അസ്സലാമു അലൈക്കും. ഇന്ന് ബാംഗ്ലൂർ സ്റ്റൈലൊരു കുസ്കയും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യും ഇച്ചിരി കരളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ അതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കാനായി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്, ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതൊരു കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആ കുക്കറിലിട്ട് തന്നെയാണ് എല്ലാം പുരട്ടിയെടുത്തിരിക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനൊരു മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബേ ലീഫും തക്കോലവും ജീരകവും വലിയ ജീരകവും ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകവും വലിയ ജീരകവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ഇരുമ്പിൻ്റെ കടായിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ സവാളയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം വീണ്ടും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ടി വരണം. ഈ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റാണ്. ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ ഒരു 1.25 കിലോയോളമാണ് ഞാനിവിടെ ബീഫ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് കുറച്ച് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നമ്മൾ ഇതിൽ കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഞാനിതിൽ ചേർക്കുന്നത്. അപ്പോൾ എരിവിനായി ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയും നമ്മളിതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഈ പൊടികളുടെ പച്ചമണവും ഒക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്. ഈ മസാലപ്പൊടി ഭയങ്കര ടേസ്റ്റാണ്. ഒരു ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള ബീഫ് കറിയുടെ മണവും കിട്ടുന്നതാണ്. കാരണം അത് ഈ ചെറിയ ജീരകം ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ, തക്കോലവും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാംഗ്ലൂർ സ്റ്റൈൽ മണം ഈ ബീഫ് കറിക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് മൂക്കുന്നതനുസരിച്ച് ഈ കറിയുടെ ടേസ്റ്റ് കൂടും. അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുത്ത് ഇറച്ചി നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇറച്ചി വേകാൻ നേരത്തും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ഈ ചീനിച്ചട്ടിയിലേക്ക് തട്ടുമ്പോഴും വെള്ളം ചേർക്കുന്നില്ല. എല്ലാം ഈ ഇറച്ചിയിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ് ഇതിലുള്ളത്. അല്ലാതെ നമ്മൾ വേറെ പുറത്തുനിന്ന് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പം നമ്മൾ നല്ല ഒന്ന് പുരട്ടിയാണ് ഈ ബീഫ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ ബീഫൊക്കെ നമ്മുടെ കടായിലാക്കിയ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ ഈ ബീഫ് കറി വളരെ നിസ്സാരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബീഫ് കറിയൊക്കെ വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഒരിത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഒരുപാട് ചാറാക്കി എടുക്കരുത്, ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വേറെ വെള്ളങ്ങളൊന്നും ചേർക്കാഞ്ഞത്. അപ്പോൾ അതാണ് ഈ കുസ്ക കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കറി. കുസ്കയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല, ഒരു അച്ചാറുണ്ടെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വറ്റിക്കഴിയുമ്പം ഈ ബീഫ് കറിയുടെ ബീഫൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് വാങ്ങാവുന്നതാണ്. ഇനി നമ്മളിത് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയാണ്. കുറച്ചേറെ തന്നെ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തെന്ന് കരുതി നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടത്തില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബീഫൊക്കെ പാകമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പില ഏറെ തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ബീഫ് കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മല്ലിയിലയും ഈ മസാലയുമാണ്. മസാലയിൽ തക്കോലവും പട്ടയും ഒക്കെ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട്, ബേ ലീഫൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ്. അതുകൊണ്ട് ആ ഒരു മണമാണ് ഈ ബീഫ് കറിക്ക്. ഇതുപോലെ നന്നായിട്ട് കുറുക്കി വറ്റിച്ച് തന്നെ നമ്മൾ എടുക്കണം. ഇത് നമ്മുടെ കുസ്കയുടെ കൂടെ മാത്രമല്ല കേട്ടോ, പൊറോട്ടയുടെ കൂടെയും നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ തേങ്ങയൊക്കെ നമ്മുടെ കേരള സ്റ്റൈലിലാണ് തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ബാംഗ്ലൂർ സ്റ്റൈൽ മാത്രമല്ല, നമ്മുടെ കേരള സ്റ്റൈലും കൂടെ ചേർത്താണ് വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ചേർക്കുന്നത് കടുകെണ്ണയും സൺഫ്ലവർ ഓയിലും ഒക്കെയാണ്. ഞാൻ പിന്നെ ആ എണ്ണയൊന്നും എടുത്തിട്ടില്ല, കാരണം നമുക്ക് അത് അങ്ങോട്ട് അത്ര പിടിക്കത്തില്ല. അത് കാരണം ഞാൻ വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെയേറെ രുചികരമായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുസ്ക തയ്യാറാക്കാം. അതിനായി സവാള, കറിവേപ്പില, മല്ലിയില, പുതിനയില, ക്യാരറ്റ്, പച്ചമുളക്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനും ഒരു മസാല തയ്യാറാക്കാം. അതിനായി ബേ ലീഫ്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇവിടെ എല്ലാ സാധനത്തിനും ചെറിയ ജീരകം ചേർക്കും. പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, തക്കോലം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കാം. അതിനായി ഒരു 2 ഗ്ലാസ് അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കുസ്ക ബിരിയാണി എന്ന് പറയുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വെജിറ്റബിളും അല്ലാതെയും വെജിറ്റബിൾ ഇടാതെയും ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ബിരിയാണി പോലുള്ള ഒരു റൈസാണ്. അപ്പം അതിനാണ് ഈ സ്പൈസസ് എല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഈ കുസ്ക പോലെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറികളൊന്നും വേണമെന്നില്ല, അച്ചാറുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ബീഫ് കറി വയ്ക്കുന്ന പോലെ തന്നെയാണ്
ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുസ്കയും വെക്കുന്നത്. പിന്നെ ചേരുവകളൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്, അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് അതുകൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി എല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി, അല്ലാതെ ഇതൊന്നും മൂത്ത് പോകേണ്ട കാര്യമില്ല. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് വഴറ്റിയ ശേഷം വീണ്ടും നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഈ പൊടി വകകൾ ചേർത്ത് കൊടുത്താൽ മതി. അതിനായി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് തട്ടിക്കൊടുത്ത് ഈ മസാലയിലെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അതിനുശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ചോറിനൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യാം. പെട്ടെന്നൊരു വിശേഷമൊക്കെ വരുമ്പോഴും വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഈ കുസ്ക റൈസ്. ഒരു വെറൈറ്റി ആയി ഇരിക്കുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ റൈസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇരുമ്പ് ചീനിച്ചട്ടിയിലായതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ദം ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ കുസ്ക റൈസും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്തത് നെയ്യോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി. അതിനുശേഷം അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് തുറന്ന് നമുക്ക് റൈസെല്ലാം ഇളക്കി എടുക്കാവുന്നതാണ്. ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് ഇത് വിളമ്പുന്നതും കഴിക്കുന്നതും ഒന്നും കാണിക്കാത്തത്. അതുകൊണ്ട് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.